ശ്രീ വിനു കിരിയത്ത്, ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. അതുപോലെ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഉച്ചയോടെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് വാർത്തകൾ വരുന്നത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ? ആദ്യം ഒരു വലിയ അഭിനന്ദനം ആർക്ക്? ഹണി റോസിന് കംപ്ലൈന്റുമായി മുന്നോട്ട് പോയതിന്. നോക്കൂ, ഇതിവിടെ സ്ഥിരമായിട്ട് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ പോലും ഈ സോഷ്യൽ മീഡിയയില് കുടുംബത്തിലിരിക്കുന്നവരെ തെറി വിളിക്കുക, സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുക. ഒന്നാലേക്ക് ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്ന ബിസിനസ് ആഭരണത്തിന്റെയാണ്, അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. അവരെ ബഹുമാനിക്കണ്ടേ? ഇത് ഇയാൾക്കിനിപ്പോ ആരോ പറഞ്ഞ പോലെ എളുപ്പമാണ്. ഇനി നമ്പർ മാത്രം എഴുതിയാൽ മതി. പുള്ളി ജയിലിലേക്കുള്ള ഡ്രസ്സൊക്കെ പണ്ടേ തച്ച് വെച്ചിരിക്കുക. പുള്ളിയെ നമുക്കൊക്കെ ഒരു അല്പം ഇമേജ് ഉണ്ടായിരുന്നു. മൊഡോണയൊക്കെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ വിചാരിച്ചാ പക്ഷെ പുള്ളി സംസ്കാരം വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, എത്ര പണം ഉണ്ടെങ്കിലും. പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും വീണ്ടും. ഇത് ഹണിയോട് മാത്രമല്ല കേട്ടോ. പുള്ളി ഇന്നാളെ ഏതോ ഒരു ടൂർ പോകുന്നതിനെ കുറിച്ചൊക്കെ ഒരു കൊച്ചു പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇതുപോലെ കുറച്ച് സിനിമാ താരങ്ങൾ കുറച്ച് പേരുണ്ട്, അറിയില്ല, ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന പെൺകുട്ടികളാണെങ്കിൽ അവരോട് മോശമായി സംസാരിക്കുന്ന ഒരുപോലെ. ഇവർക്ക് എന്ത് സന്ദേശമാണ് ഇവർ ജനങ്ങൾക്ക് നൽകുന്നത്? ഇവർക്കും അമ്മയും സഹോദരിമാരും ഭാര്യമാരും ഒക്കെ ഇല്ലേ കുടുംബത്തില്? സ്ത്രീ ശരീരത്തെ നോക്കൂ, എല്ലാവരും ഒരേ ഷേപ്പിലല്ലല്ലോ ഭൂമിയിൽ ജനിക്കുന്നത്. മനുഷ്യനായാലും മൃഗമായാലും മരങ്ങളായാലും വ്യത്യസ്ത ഷേപ്പുകളിൽ. അത് ബോഡി ഷെയ്മിങ് ചെയ്യാൻ പാടില്ല ആരെയും. അവർക്കില്ലാത്ത വിഷമം ഇവർക്കെന്താ? പിന്നെ കുന്തി ദേവിയെ കുറിച്ച് പറയാൻ ഇയാളാരാ? ഇയാള് മറ്റേതെങ്കിലും മതത്തിനെ കുറിച്ച് പറയട്ടെ. കുന്തി ദേവിയെ കുറിച്ച് ഇയാൾക്ക് വേദിയിലിരുന്ന് പറഞ്ഞിട്ട് പറയാനും ഇയാൾ ജീവിതത്തിൽ കുന്തി ദേവിയെ കണ്ടിട്ടുണ്ട്. ഇയാളുടെ ആരെങ്കിലും ആണോ കുന്തി ദേവി? സംസ്കാര ശൂന്യൻ. ഞാൻ അയാളെ ഇന്നാളൊരിക്കൽ അയാളുടെ ഡാൻസ് കളിച്ചപ്പോൾ ആരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് അയാളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ആളാ. അത് അയാളുടെ ഇഷ്ടമാണ്, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതുപോലെ ഹണി റോസ് ഏത് ഡ്രസ്സ് ഇടണമെന്നുള്ളത് ഹണി റോസിന്റെ സ്വാതന്ത്ര്യമാണ്. ഇത് വളരെ മോശമാണ്. ഈ സോഷ്യൽ മീഡിയക്ക് ഒരു നിയന്ത്രണം അത്യാവശ്യമായിട്ട്. ഞാനൊക്കെ ചിലപ്പോൾ പ്രതികരിച്ചു പോകും. ഞങ്ങളുടെയൊക്കെ ഇതിനകത്ത് വരുന്ന കമന്റ്, ഇപ്പൊ കമന്റ് നോക്കാറില്ല, പക്ഷെ പാരന്റ്സിനെ ചേർത്തൊക്കെ ചീത്ത വിളിക്കുന്നത് ഏത് പൊന്നുമോനായാലും ഞാൻ കേസ് കൊടുക്കും. ആദ്യമൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. ഇതൊന്നും അന്തസ്സല്ല ഇത്. ഇത് ഞരമ്പ് രോഗികൾ തന്നെയാണ്. ഒരു ജോലിയും ഇല്ലാതെ രാവിലെ എടുത്തു വെച്ച് ഇങ്ങനെ കമന്റ് ഇടുന്നവർ ഒന്ന് ചിന്തിക്കുക, ആദ്യം നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ തലകടത്തുന്നുണ്ടോ? ഇത് വലിയ ശല്യമായിരിക്കുകയാണ് കേട്ടോ. നേരെ ഇപ്പൊ ആരോ ആയിക്കോട്ടെ, സ്ത്രീകളെ കുറിച്ച് രാഷ്ട്രീയപരമായിട്ട് എന്തിനാ ഇതിന്റെ ആവശ്യം? അവരവരുടെ വഴിക്ക് പോട്ടെ. ഇത് വളരെ നന്നായി. ഹണി റോസിന് ഞാൻ നേരിട്ടൊരു കൺഗ്രാറ്റ്സ് പറയുന്നു. ഇതുപോലെ 10 പെണ്ണുങ്ങൾ പ്രതികരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അഭിപ്രായം പറയണം. ഹണി റോസിന് അയാൾക്ക് ഉദ്ഘാടനത്തിന് വിളിക്കാം, ഒക്കെ ചെയ്യാം. അയാളുടെ ഗസ്റ്റായിട്ട് പോയൊരു സ്ത്രീയെ വേദിയിൽ വെച്ച് ഇയാൾ ആരാ? എന്നിട്ട് ഇത് കൈയടിക്കാൻ കുറെ പേരുണ്ടെങ്കിൽ അവരുടെ സംസ്കാരത്തെയാണ് നമ്മൾ അളക്കേണ്ടത്. നാണക്കേടാണ്, മലയാളിക്ക് ഇത് നാണക്കേടാണ്. വളരെ വിഷമം തോന്നുന്നുണ്ട്. ആ കുട്ടി എനിക്കൊന്ന് നിവൃത്തിയില്ലാതായിരിക്കും. കാരണം ഇന്നലെ തുടങ്ങിയതല്ല ഹണി റോസിനെതിരെ. നർമ്മത്തിൽ പലതും പറയാം. നമുക്ക് വീട്ടിൽ ഇരുന്ന് പറയാം, നമുക്ക് ഫ്രണ്ട്സിനോട് പറയാം. അതൊക്കെ പറയുന്നത് ആരും അറിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്നത് ആരെക്കുറിച്ചും പറയാൻ പാടില്ല. അത് ആ കുട്ടി പറയുന്നത് ശരിയാണ്. അവരുടെ പാരന്റ്സ് ഇത് കാണുകയല്ലേ, അവരുടെ ബന്ധുക്കൾ കാണുകയല്ലേ, കൂട്ടുകാരികൾ കാണുകയല്ലേ. അത്ര മോശം പ്രതികരണങ്ങളല്ലേ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെയല്ല, സ്ത്രീകൾക്കെതിരെ പറയുന്ന അല്ലെങ്കിൽ പുരുഷനെതിരെ ആയാലും വ്യക്തിഹത്യ ചെയ്യുന്നവർക്കെതിരെ ഒരു നിയമം ഉടനെ കൊണ്ടുവരിക. ഈവൻ മുഖ്യമന്ത്രിയെ കുറിച്ച് പോലും എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? നമുക്ക് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ഇത് പ്രതിഷേധിക്കാം മാന്യമായ രീതിയിൽ. വ്യക്തിഹത്യ ചെയ്യുക, കുടുംബത്തെ പറയുക, ബാക്കി മന്ത്രിമാരെ പറയുക, BJP നേതാക്കന്മാരെ പറയുക, നരേന്ദ്രമോദിയെ പറയുക, ഇതൊക്കെ ഇവരാരെ ഇതൊക്കെ പറയാനായിട്ട്? ഇനി ഫേക്ക് ഐഡി ആണെങ്കിൽ അതിന് ശിക്ഷ കൂടുതൽ കൊണ്ടുവരണം. സ്ത്രീകളുടെ പേരില്, കള്ളപ്പേരില് ഒക്കെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഇത്തരക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. അതിന് എത്രയും പെട്ടെന്നൊരു നിയമം കേന്ദ്രമോ ഇവിടെയുള്ളവർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെന്തായാലും വളരെ സന്തോഷം. ഇനി അയാൾ മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, നാറിയില്ലേ? വളരെയധികം നന്ദി ശ്രീ വിനു കിരിയത്ത് ഈ ഘട്ടത്തിൽ ജനം TV യോട് പ്രതികരിച്ചതിന്.